എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ജനാധിപത്യ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ 5 കൊല്ലം ഒരു തെരഞ്ഞെടുപ്പ് വരും. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് കിട്ടുന്നൊരു അവസരമാണ്. നാടിൻ്റെ ഭാവി, നാട്ടുകാരുടെ ഭാവി, കുട്ടികളുടെ ഭാവി, നാടിൻ്റെ ദശയും തീരുമാനിക്കാൻ ഒരു അവസരമായിട്ട് ജനങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ഈ ഇലക്ഷനിൽ പങ്കെടുക്കണം. എല്ലാവരും അവരുടെ വോട്ട് ചെയ്യണമെന്ന് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. അതിൻ്റെ അപ്പുറം എനിക്ക് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ BJP NDA കഴിഞ്ഞ കുറേ മാസമായി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ആത്മാർത്ഥമായി ഞങ്ങൾ എല്ലാവരോടും പോയി സംസാരിച്ച് ഞങ്ങളുടെ ആഗ്രഹം എന്താണ്, ഞങ്ങളുടെ വിഷൻ എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നിർണായകമായ ഇലക്ഷനാണെന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. വലിയ മാറ്റം ഈ ഇലക്ഷനിൽ ജനങ്ങൾ ഉണ്ടാക്കും എന്ന് ഒരു ആത്മവിശ്വാസമുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് 140 മണ്ഡലങ്ങൾ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾ, BJP NDA സ്ഥാനാർത്ഥികൾക്ക് ഞാൻ എൻ്റെ ബെസ്റ്റ് വിഷസും പാർട്ടീൻ്റെ ബെസ്റ്റ് വിഷസ് കൊടുക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്ന ഒരു അവസരം, ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഒരു അവസരം അസംബ്ലിയിൽ പോയി ബഹളം ചെയ്യാനല്ല, കമ്പ്യൂട്ടർ തകർക്കാനല്ല, സ്പീക്കറിൻ്റെ ടേബിളിൽ പോയി ഭരണാട്യം ചെയ്യാനല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു അവസരമാണ് ഞങ്ങൾ ചോദിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇത് മാത്രമാണ് ഇന്ന് പറയാനുള്ളത്. എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, ഇന്ന് ഈ ഒരു ജനാധിപത്യ ഉത്സവത്തിൽ പങ്കെടുക്കണം. എല്ലാവരും പോയി വോട്ട് ചെയ്യണം. കേരളം മാറണം, മാറാത്തത് മാറ്റണം, കേരളം ഇനി വളരണം. അല്ല, ആത്മവിശ്വാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു മാറ്റം, ഈ മാറ്റം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ജനങ്ങൾ ഈ വികസിത കേരളം എന്നൊരു കാഴ്ചപ്പാട് അവർ ഏറ്റെടുത്തിരിക്കുന്നു. ഇനി അതിനെ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. മെയ് 4-ാം തീയതി നമുക്ക് റിസൾട്ട് കാണാം. 140 മോള് പോവില്ല. അതിൽ എനിക്ക് ഒരു 100% ആത്മവിശ്വാസമുണ്ട്. അത് ഞാൻ വലിയ സയൻറ്റിസ്റ്റ് ആയിട്ട് പറയല്ല. ഒരു ക്ലിയർ മാൻഡേറ്റ് CPM-നും കിട്ടില്ല, കോൺഗ്രസിനും കിട്ടില്ല എന്ന് 100% ആത്മവിശ്വാസമുണ്ട്. BJP ഇവിടെ ഒരു നിർണായകമായ ശക്തിയായി മാറും ഈ ഇലക്ഷനിൽ. ജനങ്ങളത് അങ്ങനെ BJPക്ക് ഒരു റോള് തരും എന്ന് എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. ഓക്കെ, എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, നിങ്ങളും പോയി വോട്ട് ചെയ്യണം. ഓക്കെ, ഇന്ന് ഒരു സന്തോഷകരമായ ദിവസമാണ്. ഇനി നിങ്ങൾ വിവാദങ്ങൾ സൃഷ്ടിക്കണം. ഞാൻ പറയട്ടെ. ഇതിൽ നിയമങ്ങളുണ്ട്. പോലീസ് പരിശോധിക്കട്ടെ, EC പരിശോധിക്കട്ടെ, നിയമങ്ങളുണ്ട്. അത് നിയമപരമായ നടപടി അവരെടുക്കട്ടെ.